എല്ലാവർക്കും മിഡാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ ഹെക്ടറിൻ്റെ കുറേയേറെ മെഷീൻസ് പരിചയപ്പെടുത്തിയെങ്കിലും ടൈറ്റാനിയം മെഷീൻസ് കുറച്ച് നാളായിട്ട് നമ്മുടെ കയ്യിൽ ഉണ്ടായില്ല. അപ്പോൾ ടൈറ്റാനിയം പ്ലേറ്റുള്ള സ്ട്രൈറ്റനിങ് മെഷീൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് നിങ്ങളെ പെട്ടെന്ന് അതൊന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. ഇതാണ് മെഷീൻ, ഹെക്ടർ പ്രൊഫഷണൽ ടൈറ്റാനിയം പ്ലേറ്റ്. ഓക്കെ, ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പ്ലാറ്റിനം പ്ലേറ്റ് ഷൈനിങ് കൂടുതൽ കിട്ടാൻ ഉപകരിക്കുന്ന സാധനമാണ്. അതുപോലെ തന്നെ വിത്തിൻ 10 സെക്കൻഡിനുള്ളിൽ മെഷീൻ നമ്മുടെ പൂർണ്ണമായിട്ട് ഇപ്പോൾ നമ്മൾ 230 ഡിഗ്രിയെ പറയണമെങ്കിൽ 230 ഡിഗ്രിയിലേക്ക് വിത്തിൻ 10 സെക്കൻഡിനുള്ളിൽ തന്നെ എത്തും. 1 ഇയർ ഗ്യാരണ്ടി എല്ലാ മെഷീനും ഉള്ള പോലെ തന്നെ ഉണ്ട്. ഞാൻ തുറന്ന് കാണിച്ചു തരാം. ഇതാണ് മെഷീൻ. ഇതിൻ്റെ പാക്കിംഗ് ഇങ്ങനെയാണ് വരിക. ഒപ്പം അതിൻ്റെ ഉള്ളിൽ നമുക്ക് മെഷീൻ ചൂടായി കഴിഞ്ഞാലും ഫ്രീ ആയിട്ട് വെക്കാൻ പാകത്തിനുള്ള ഒരു കണ്ടെയ്നർ, ഒരു എന്താ പറയുക, ഒരു കവർ കൂടി അതിൻ്റെ കൂട്ടത്തിലുണ്ട്. ഇതാണ് മെഷീൻ. 235 ഡിഗ്രി വരെ ചൂടാവും. ഇതിന് മറ്റുള്ള മെഷീനിൽ നിന്ന് വ്യത്യാസമായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മെഷീൻ ലോക്ക് ചെയ്ത് വെക്കാനുള്ള സംവിധാനമുണ്ട്. ഇത് നമുക്ക് വർക്ക് ചെയ്യാൻ പാകത്തിനാണ്. ഇവിടെ ലോക്ക് അഴിച്ചാൽ മാത്രമാണ് അത് ഓണാവുള്ളൂ. നമുക്ക് മെഷീൻ കൊണ്ടുപോകാനും ട്രാവലിങ്ങിൻ്റെയൊക്കെ സമയത്ത് വളരെ ക്ലിയറായിട്ട് ഇരിക്കാൻ ഏറ്റവും നല്ലത് ഇതുപോലെ ഒരു ലോക്ക് ചെയ്ത സംവിധാനം ഉണ്ടെങ്കിൽ വളരെ സേഫായിട്ട് നമുക്ക് വെക്കാൻ പറ്റും. ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ പ്ലേറ്റ് ഇതാണ് ടൈറ്റാനിയം. ഇത് ഫ്ലോട്ടിംഗ് പ്ലേറ്റാണ്. അതായത് നമ്മൾ മുടി എടുക്കുന്ന സമയത്ത് കുറച്ച് കയറി ഇറങ്ങിയ കനം കൂടുതലുണ്ടെങ്കിലും പ്ലേറ്റ് അതനുസരിച്ച് അഡ്ജസ്റ്റബിൾ ആണ്. ഇത് ഒരു അനക്കം ഉണ്ടാവും. അതാണ് ഫ്ലോട്ടിംഗ് പ്ലേറ്റ് എന്ന് പറയുന്നത്. അടുത്തതിൻ്റെ ഓണാക്കാനുള്ള സ്വിച്ച് ഇവിടെ ഉണ്ട്. നമുക്കിതിൽ തന്നെ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള സംവിധാനങ്ങളും ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഞാനിത് ഓണാക്കിയിട്ട് ജസ്റ്റ് ഇതിൻ്റെ ഒരു പെർഫോമൻസ് നമുക്ക് നോക്കാം. ഞാനിവിടെ ഡെമ്മി കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്ത ഡെമ്മി ഉണ്ട്, അത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അത് നമുക്കൊന്ന് സ്ട്രെയിറ്റ് ചെയ്ത് നോക്കാം എന്താ സംഭവിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിവിടെ പ്ലഗ് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു 2.5 മീറ്ററിന് മുകളിൽ നീളമുള്ളൊരു കേബിള് നമുക്ക് ലഭ്യമാണ്. ഇതിൻ്റെ നീളം കണ്ടോ, 2.5 മീറ്ററോളം ഉണ്ട്. അതേപോലെ നമ്മളിത് സ്റ്റൈൽ ചെയ്യാൻ നേരത്താണ് നമ്മൾ ഈ മെഷീൻ അങ്ങോട്ട് തിരിച്ചാലും യാതൊരു പ്രശ്നം ഉണ്ടാവില്ല. കണ്ടോ, ഈ കേബിള് എങ്ങനെ വേണമെങ്കിലും സ്വിങ് ചെയ്യുന്ന രീതിയിലാണ് ഇതിൻ്റെ ഇതാണ്. അതുകൊണ്ട് തന്നെ കേബിൾ പെട്ടെന്ന് ഷോർട്ടാവുക, കംപ്ലൈൻറ്റ് വരിക, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ താരതമ്യേന കുറവായിരിക്കും. പിന്നെ ഇതിന് ഉള്ളതൊരു റബ്ബറിൻ്റെ കോട്ടിങ്ങാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു പിടിക്കാൻ നല്ല ഗ്രിപ്പും ഉണ്ട്. പെട്ടെന്ന് ചൂട് പുറത്തേക്ക് വരുന്നില്ല. ഇനി ഞാനിത് ഓണാക്കി കാണിച്ചു തരാം. ഇത് ഫസ്റ്റ് ഓണാക്കി കഴിഞ്ഞാൽ 180 ഡിഗ്രിയിലാണ് സ്റ്റാർട്ട് ചെയ്യുക. അതേ സമയത്ത് ഇത് ഇവിടെ ലോക്ക് 2 ഇതുണ്ട്. അതായത് നമ്മളൊരു ടെമ്പറേച്ചർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് താഴത്തേക്ക് പോരായിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ ഒരു ലോക്കിംഗ് സിസ്റ്റം ഉണ്ട്. ഇനി ഇതിൻ്റെ കൂട്ടണമെങ്കിൽ ഇതിൽ 2 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഓപ്പൺ ആവും. ഇപ്പം അത് കഴിഞ്ഞാൽ തന്നെ വീണ്ടും ലോക്കാവും. നമ്മളതിൽ ഡബിൾ ലോക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പൺ ആവും. അതാ ഇത്ര സെക്കൻഡ് കഴിഞ്ഞാൽ വീണ്ടും ലോക്കാവും. അപ്പോൾ നമ്മൾ ഇതാ ഓപ്പണാക്കി ദെൻ മേളിലേക്ക് നീക്കി കഴിഞ്ഞാൽ ഇപ്പോൾ കണ്ടോ 180 നിന്ന് 200 ആയി. ഇനി വീണ്ടും നമുക്കത് കൂട്ടണമെങ്കിൽ ഇതാ 235 ആയി. ഇനി നമുക്ക് കുറയ്ക്കണമെങ്കിൽ അതേപോലെ തന്നെ താഴത്തേക്ക് കൊണ്ടുവരാം. അതുപോലെ തന്നെ മേളിലേക്ക് നമ്മൾ ജോയ്സ്റ്റിക്ക് പോലെ നമ്മുടെ മൊബൈലിൻ്റെയൊക്കെ സെൻട്രൽ ഉണ്ടാവുന്ന ഇതേപോലെ തന്നെയുള്ളൊരു സംവിധാനമാണ്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ 230 ഡിഗ്രിയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. 230 ഡിഗ്രിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി കണ്ടോ ആ സൗണ്ട് വന്നു, 230 ഡിഗ്രി എത്തി. ഇനി നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ളത് നോക്കാം. ഞാനിവിടെ കഴിഞ്ഞ ദിവസം ചെയ്ത ഡെമ്മി ഇവിടെ ക്ലിയറായി വെച്ചിട്ടുണ്ട്. നമുക്കൊന്ന് ആക്ച്വലി കോമ്പ് വേണ്ടായിരുന്നു, കോമ്പ് എടുത്തിട്ടില്ല. ജസ്റ്റ് ഒരു തവണ മാത്രമേ ചെയ്യണുള്ളൂ. ഇന്നലെ നമ്മൾ വേവിയാക്കി ഇട്ട ഇതാണ്. കോമ്പ് വെച്ചിട്ട് ഇത് ഒന്നുകൂടെ കോമ്പ് ചെയ്തിട്ട് ചെയ്യണമെങ്കിൽ വളരെ പെർഫെക്റ്റായിട്ട് പെട്ടെന്ന് തന്നെ വരും.
ഇതാണ് ഞാൻ ആകെ ഒരു സിംഗിൾ ടൈമാണ് അത് യൂസ് ചെയ്തോളൂ. ഇവിടേക്ക് ഇനി ഉണ്ട്, അവിടേക്ക് ഞാൻ ചെയ്യണില്ല, ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തന്നുള്ളൂ. അപ്പോൾ എനിക്ക് വളരെ നല്ലൊരു മെഷീനായിട്ട് തോന്നി, അത് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി. പിന്നെ ഇതിനുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കുറച്ചുകൂടി വേണമെങ്കിൽ ഈ സൈഡും കൂടി വേണമെങ്കിൽ കാണിച്ചു തരാം. ഈ സൈഡും കൂടി ഒറ്റ ഇതേ ചെയ്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ മെഷീൻ ഓഫ് ചെയ്യാം. ഇതേപോലെ തന്നെ നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്തു, ഓഫായി. മെഷീൻ പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ ഓഫായി. ഓക്കെ, മെഷീൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 hour നമ്മൾ ചില സമയങ്ങളിൽ ഇപ്പോൾ ഇതുപോലെ കുത്തി വെച്ചിട്ട് ഓഫ് ചെയ്യാൻ മറന്നു പോകും. 1 hour ഇരുന്ന് കഴിഞ്ഞാൽ മെഷീൻ തന്നെ ഓട്ടോമാറ്റിക് ഓഫാവും. നേരെ മറിച്ച് അങ്ങനെ ഒരു സേഫ്റ്റി സംവിധാനം ഇല്ലാത്ത സമയത്ത് പല പാർലറുകളിൽ ഞാൻ കേട്ടിട്ടുണ്ട് തീ പിടിച്ചു എന്നുള്ളത്. കാരണം ഇതിങ്ങനെ ഇരിക്കും, ചൂടായി ചിലപ്പോൾ ബ്ലാസ്റ്റ് ആവും, അല്ലെങ്കിൽ ആ ചൂട് അടുത്ത സാധനത്തിലേക്ക് പകരും, അങ്ങനെ തീ പിടിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അതിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഈ ഓട്ടോമാറ്റിക് ഓപ്ഷൻ ഉള്ളതുകൊണ്ട് നടക്കും. അപ്പോൾ വളരെ നല്ലൊരു മെഷീനാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ MRP വരുന്നത് 7499, 7499 രൂപ അതിൻ്റെ റേറ്റ് വരും. ഓക്കെ, നല്ല മെഷീനാണ്. ഒരു സിംഗിളായിട്ടൊരു പാസ് ചെയ്യുമ്പോൾ തന്നെ നല്ല ഫിനിഷിങ്ങിലേക്ക് വരുന്നുണ്ട്. പിന്നെ അപ്പോൾ ഇത്രയാണ് ഇപ്പോൾ നമ്മൾ ഇതിൽ പറഞ്ഞ് ഞാനൊരു കാര്യം കൂടി നിങ്ങളെ പരിചയപ്പെടുത്തരാം. ഇത് നമ്മുടെ ഒരു ബ്ലോ ഡ്രൈ ബ്രഷിൻ്റെ കിറ്റാണ്. ദ ബിഗ് ബ്രഷ് ഡിസൈൻഡ് ആൻഡ് ഡെവലപ്ഡ് ഇൻ ഇംഗ്ലണ്ട്. ഓക്കെ, ഇതിൽ നമുക്ക് ഈ ഒരു കിറ്റിൽ വരുന്നത് 25 mm, 33 mm, 43 mm, 53 mm, അതേപോലെ തന്നെ ഒരു പാഡിൽ ബ്രഷ്. ഞാൻ തുറന്ന് കാണിച്ചു തരാം. ഇത്രയും സാധനങ്ങൾ കൂടി നിങ്ങൾക്ക് വരുന്നത് 5010 രൂപയാണ് ഇതിൻ്റെ MRP. നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് 4400 രൂപയ്ക്ക് ലഭിക്കും. ഒപ്പം ഈ ഒരു നല്ലൊരു കിറ്റ് കൂടി ഇതിൻ്റെ കൂടെ ഫ്രീ ആണ്. ഈ കാണുന്നതാണ് കിറ്റ്, ബ്ലോ ഡ്രൈ ചെയ്യാനുള്ള. ഒപ്പം ഇതിൻ്റെ ഇങ്ങനെയൊരു ബ്ലോ ഡ്രൈ കിറ്റ് പലരും കിറ്റായിട്ട് വന്ന് ചോദിക്കലുണ്ട്. കൂടാതെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ പല സാധനങ്ങളും കോംബോ, ഇനി അതുപോലെ തന്നെ സിസേഴ്സൊക്കെ കറക്റ്റായിട്ട് വെക്കാനുള്ള ഒരു കിറ്റ് കൂടി ഇതിൻ്റെ ഒപ്പം നമുക്ക് നല്ലൊരു അടിപൊളി കിറ്റ് ഫ്രീ ആയിട്ട് കിട്ടും. അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള ലോങ് ലാസ്റ്റ് ചെയ്യുന്ന ബ്രഷാണ്. ഇങ്ങനെ ഒരു ബാഗ് കൂടി നിങ്ങൾക്ക് ഇതിൻ്റെ ഒപ്പം ഫ്രീ ആണ്. ഓക്കെ, അവരുടെ ലോഗോയൊക്കെ അടിച്ചിട്ട്, ഇത് നമ്മുടെ ക്രാഫ്റ്റ് പ്രോൻ്റെ തന്നെ പ്രീമിയം റേഞ്ചിലുള്ളതാണ് ബിഗ് ബ്രഷ്. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിച്ചത്. അത് ചെയ്തു കഴിഞ്ഞു. ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പറയുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾ കാണാത്ത ആളുകൾ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. തൽക്കാലം ബൈ.